കറന്റ് 31,500 നമ്മുടെ BTC കറക്റ്റ് 29 സംതിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും കിട്ടടിക്കേണ്ട സമയമല്ല, നിങ്ങൾ തുടങ്ങേണ്ട സമയമാണ്, നിങ്ങൾക്ക് സാധ്യതകളുടെ സമയമാണ്. ഇവിടുന്ന് നിങ്ങൾ മാർക്കറ്റ് വാച്ച് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ബുൾ മാർക്കറ്റ് വലിയ രീതിയിൽ പ്രോഫിറ്റ് ഇപ്പോൾ തുടങ്ങിയാൽ മതി. ഞാൻ നിങ്ങളോട് വീണ്ടും ഓർമ്മിക്കുകയാണ്, എങ്ങനെ നമ്മൾ അടുത്ത ബുൾ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ, ഹാൾവിംഗ് നടക്കുന്ന സമയത്തിന് മുമ്പ് നമ്മളൊരു ബിഗ് ഗ്രാബ് ഉണ്ടാക്കി ഒരു വലിയ ശതമാനം അടുത്ത ബുൾ മാർക്കറ്റിലേക്ക് മാറ്റി വരും. ഇപ്പോൾ BTC 34K കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്. കുറേ ആൾക്കാർ ഇപ്പോൾ ഗ്രൂപ്പിലേക്ക് എൻട്രിയെ പറ്റി ചോദിക്കുന്നുണ്ട്. BTC 44K ഇപ്പോൾ ഒരുപാട് പേര് വളരെ സന്തോഷത്തോടെ മെസ്സേജ് അയക്കുന്നുണ്ട്, അതേ സമയത്ത് വളരെ ദുഃഖത്തോടെ മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി മെസ്സേജ് പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഒന്നും നമുക്ക് മിസ് ഔട്ട് ആയിട്ടില്ല എന്നുള്ള ധാരണയിൽ തന്നെ. ഇനിയും നിങ്ങളിപ്പോൾ 44-ലും 34-ലും ഇപ്പോൾ 24 നമുക്ക് വരാൻ പറ്റിയിട്ടില്ല, 34 വരാൻ പറ്റിയിട്ടില്ല, ഇപ്പോൾ 44 എത്തി. ഇനി നിങ്ങൾ കണ്ടോ, എന്തായാലും നിങ്ങളോട് ഞാൻ 100% പറയാം, നിങ്ങളോട് അന്നേ പറയുന്നൊരു കാര്യമാണ്, നിങ്ങളെക്കാട്ടിയും ലേറ്റായിട്ട് വരുന്നവരുണ്ടാവും, അവർ ഓൾ ടൈം ഹൈ ആയിരിക്കുമ്പോഴായിരിക്കും വരുത്തുണ്ടാവുക. ശ്രദ്ധിക്കുകയാണ്, ഞാൻ ഇന്നലെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയോട് പറഞ്ഞൊരു വേർഡുണ്ട്, അടുത്ത ബുൾ മാർക്കറ്റ് വരുമ്പോൾ ഏത് കോയിൻ വാങ്ങണം എന്നെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത്, ഏത് കോയിൻ സെല്ല് ചെയ്യണം സാൻഡേ എന്നുള്ള ഒരു പോയിന്റാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതായത് 2003 ഗോൾഡ് ETF ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം ഗോൾഡിൻ്റെ ഇന്നത്തെ വളർച്ച എത്രയുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ബിറ്റ്കോയിൻ ETF വരുന്നതോടുകൂടിയുള്ള മാറ്റം എന്താണ്. ഇന്നലെ ഉണ്ടായ റാലി എന്ന് പറയുന്നത് പ്രീ ഹാൾവിംഗ് റാലിയാണ്. ഈ 64K അല്ലേ, ഇപ്പോൾ ഏകദേശം നമ്മൾ BTCന്റെ ഒരു പവർ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഞാൻ ഇതിൻ്റെ ഒരു ശരിയായ ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി ബിറ്റ്കോയിൻ്റെ ബുൾ റൺ റാലി തുടങ്ങുന്നത്രേ, അതാണ് ശരിയായ കോമഡി. അതായത് ബിറ്റ്കോയിൻ്റെ ബുൾ റൺ തുടങ്ങുന്നതിന് മുമ്പ്, അതായത് പോസ്റ്റ് ഹാൾവിംഗ് എന്ന് പറയുന്ന ട്രമെൻഡസ് റാലി തുടങ്ങുന്നതിന് മുമ്പാണ് ഈ ഒരു സിഗ്നിഫിക്കൻറ്റ് ഗ്രോത്ത് കാണുന്നത്. ഗൈസ്, ഇപ്പോൾ ബിറ്റ്കോയിൻ 100K എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഡേ 1 തൊട്ട് നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. ഒരു 315 ഡേയ്സ് ജാനുവരി 2025 എത്തേണ്ടതാണ്. ഇപ്പോൾ ഇന്ന് ഏകദേശം ബിറ്റ്കോയിൻ 68K ആണ്, റീട്രേസുകളിലും വെയിറ്റിംഗ് ആണ്. ഡേ 3 വെയിറ്റിംഗ് ഫോർ 100K, ഇപ്പോൾ 63K ഏരിയയിലേക്ക് നിൽക്കുന്നു. പ്രീ ഹാൾവിംഗ് റീട്രേസ് ഒരുപാട് നാളത്തെ നമ്മൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് നാളത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. 15% റീട്രേസ് വന്നിട്ടുണ്ട് ഇന്ന്. ഏകദേശം 15-ന്റെയും 30% ഹിസ്റ്ററി പ്രകാരം അതിൻ്റെ ഏത് ഇടയിലേക്കും വരാവുന്നതാണ്. അതിനുശേഷം റീ അക്യുമുലേഷൻ, പിന്നെ ഒരു ട്രമെൻഡസ് ഗ്രോത്ത് എന്ന എക്സ്പെക്ടേഷനിലാണ് ഈ 100K എന്ന് പറയുന്നത് എക്സ്പെക്ട് ചെയ്യുന്നത്. ഡേ 4 ഇപ്പോൾ BTC 67K ആണ്. ഡേ 5 ഇപ്പോൾ 65K നിൽക്കുന്നുണ്ട്. ഡേ 9 ഓഫ് 315 ഇപ്പോൾ BTC 17K ബ്രേക്ക് ചെയ്തു. ഡേ 12 ഓഫ് 315. എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജാണ്, സാൻഡ നമ്മൾ ലേറ്റ് ആയി പോയോ, ഇപ്പോൾ ഓൾറെഡി 70K ആയില്ല. ഇപ്പോഴത്തെ മാർക്കറ്റ് നോക്കുമ്പോൾ നമ്മൾ ഏകദേശം ലേറ്റായി നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നിങ്ങളോട് ഞാൻ പറയാം, ബുൾ മാർക്കറ്റിന്റെ 35% ആയിട്ടുള്ളൂ. ഡേ 60 ഇപ്പൊ BTC ഉള്ളത് 65K ആണ്. ഡേ 20 ഇപ്പൊ BTC ഇപ്പം 63K ഉള്ളത്. ഡേ 30 അങ്ങനെ ഹാൾവിങ്ങിന്റെ ഒരു ദിവസം മുമ്പിലാണ് നമ്മളുള്ളത്. ഇന്നിപ്പോ 60K 58K. നമ്മൾ ഡേ 37 ഈ ഹാൾവിങ്ങിന് ശേഷം ഇനിയൊരു 150-160 ദിവസങ്ങളോളം മുമ്പൊക്കെ ഉണ്ടായ പോലെ ഒരു അക്യുമുലേഷൻ പീരീഡ് ആയിരിക്കും. ഡേ 55 നമ്മളെല്ലാവരും ഒരു ബോറും പീരീഡിലാണ്. കഴിഞ്ഞ കുറേ ദിവസം 63 നിൽക്കുന്നതിന് ആവേശം കുറയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷെ ഈ ഒരു ഫേസ് നിങ്ങൾ എന്തായാലും കടന്നു കളയണം. ഈ ഒരു ഫേസിൽ നിങ്ങൾ സജീവമാവണം. ഈ ഒരു ഫേസിൽ നിങ്ങൾ അക്യുമുലേഷൻ മറക്കരുത്, നമ്മൾ വഴുതി പോകരുത്. അതാണ് ഈ സമയത്ത് നിങ്ങൾ മോട്ടിവേറ്റഡ് ആയി നിൽക്കുക. അതിന്റെ റിസൾട്ട് ഇതിന് ശേഷം കാണും. ഹാൾവിങ്ങിന് ശേഷം നമ്മൾ ഏകദേശം 100 ദിവസം കടന്നു. സ്റ്റിൽ അക്യുമുലേഷൻ പീരീഡ് ആണ്. ഇത് ഓൾ ടൈം അതിന്റെ മെയിൻ റെസിസ്റ്റൻസ് ആയ 60K 6 മാസമായിട്ട് ബിറ്റ്കോയിൻ നിൽക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ റീ അക്യുമുലേഷൻ ഫേസിൽ തന്നെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യം, എത്ര ആൾക്കാർ സത്യം പറഞ്ഞ ക്രിപ്റ്റോയിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്? ഇല്ല, വളരെ തുച്ഛമായ ആൾക്കാർ. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എത്ര ആൾക്കാരുണ്ടാവും? ഇതേ സമയത്ത് ഒരു 3-4 മാസം കഴിഞ്ഞ് ബിറ്റ്കോയിൻ ഓൾ ടൈം ഹൈ, അല്ലെങ്കിൽ ഷിബ്, ഡോജ് പോലുള്ള കോയിൻസ് ഒക്കെ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് എത്തുന്ന സമയത്ത് ഈ പറയുന്ന ഒരു ഷിബ് എന്നുള്ള ഒരു ടൈറ്റിൽ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടാല് ഇന്ന് പറയുന്ന ഇപ്പോൾ 1K 2K കാണുന്നതിന് പകരം ഒരു 5K ആൾക്കാർ വ്യൂ ചെയ്യും. ഡേ 226 ഇപ്പൊ നമ്മളെ സംബന്ധിച്ചൊരു BTC 71 കഴിഞ്ഞു. ഡേ 227 ഓഫ് 73K ബ്രേക്ക് ചെയ്ത് 73,500 ഡേ 233 ഇലക്ഷൻ ആണ്. ട്രംപ് ഒരു ബുള്ളിഷ് ആണ്. ഡേ 234 ഇന്ന് വളരെ ഹാപ്പി ഡേ ആണ്. നമുക്ക് BTC ഓൾ ടൈം ഹൈ കണ്ടു. ഡേ 236 ഇന്ന് നമ്മൾ പുതിയൊരു ഓൾ ടൈം ഹൈ കണ്ടു. ഡേ 236 ഇന്നൊരു പുതിയ ഓൾ ടൈം ഹൈ 77K ഉണ്ടാക്കിയിരുന്നു. ഡേ 238 ഓഫ് ഇന്ന് 80K മുട്ടി. ഡേ 240 ഓഫ് ഇന്ന് 90K മുട്ടി നിൽക്കുകയാണ്. തൊട്ടടുത്ത് ഡേ 242 നമ്മൾ ഇന്നലെ 93 കണ്ടു. ഡേ 248 98,400. ഡേ 254 ഓഫ് നമ്മളെ സംബന്ധിച്ചിടത്തോളം 99,500 വരെ കണ്ട് ഇന്നിപ്പോൾ 91,500. ഡേ 255 91,500 ഇന്നിപ്പോൾ ഒരു 94 വന്നിട്ടുണ്ട്. ഡേ 257 വീണ്ടും ഇന്ന് 97 കണ്ടു. ഗൈസ്, ഡേ 263 ഓഫ് 315 വെയിറ്റിംഗ് ഫോർ BTC 100K.
അങ്ങനെ 100K വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 315 ദിവസം നമ്മൾ ഉദ്ദേശിച്ചെങ്കിലും 263 ദിവസം നമ്മൾ അത് കണ്ടുമുട്ടി. അതായത് നമുക്കിനി ഘട്ടം ഘട്ടമായിട്ട് ഓരോന്ന് പിടിക്കാനുണ്ട്. നമുക്ക് കൂടുതൽ സംസാരിക്കാം.